ഹായ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ഒരു സൂപ്പറായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ എന്ന് പറയാം. അതായത് സാധാരണ വെക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അതിന് സൈഡായിട്ട് നമുക്ക് പത്തിരിയും നെയ്ച്ചോറുമായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇതിന് ആദ്യം 4 സവാളയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ, 1.5 കിലോ ചിക്കൻ. അപ്പം പാനിൽ ഓയിലൊഴിച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അപ്പം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 5 പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള പൊടിയായി അരിഞ്ഞതാണ്. ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, ഉള്ളി മാത്രം, അതായത് വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികൾ ഒരു 3-3.5 സ്പൂൺ മിക്സഡ് മുളക് പൊടിയാണ്. കാശ്മീരിയും സാദാ മുളകും കൂടിയിട്ടുള്ള പൊടിയാണ്. അതൊരു 3.5 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 1 സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കൂടുതൽ മല്ലി ചേർക്കുന്നില്ല. 1-1.5 സ്പൂൺ. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്തൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ വഴന്നതിന് ശേഷം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് ചിക്കനും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് വെള്ളമൊന്നും ചേർക്കാണ്ട് നമുക്ക് വേവിക്കാൻ വെക്കേണ്ടത്. അപ്പം ചിക്കൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് വെള്ളം അടുക്കി പിടിക്കാതിരിക്കാൻ ജസ്റ്റ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇങ്ങനെ സൈഡിലൂടെ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്കൊരു 5-10 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കുറച്ച്. ഇതിപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്, 1/4 വേവായിട്ടുണ്ട്. അപ്പം ഗരം മസാലയും കുരുമുളക് പൊടിയും ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ സ്പൂൺ വെച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കമൊക്കെ ലാസ്റ്റ് ഒരു 1/4 വേവായതിന് ശേഷമാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള റോസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് പത്തിരിയും നമ്മളിവിടെ പത്തല് എന്ന് പറയും, പത്തിരിയും നെയ്ച്ചോറുമാണ്. അപ്പം ഈസി നെയ്ച്ചോറ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. അത് ഞാനിതിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് പത്തിലാണ്. ഇത് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ പത്തിരി. നെയ്ച്ചോറ് വെക്കാൻ 1 കിലോ അരി, ഒരു വലിയ കപ്പിന് 1 കപ്പാണ്. അപ്പം അതിന് ഓയിൽ ഒഴിച്ചിട്ട് സവാള വഴറ്റിയിട്ട് 2 കപ്പ് അരി, ഞാനിത് നെയ്ച്ചോറിന് മുന്നേ ഇട്ടിട്ടുണ്ട് അടുപ്പിലാണ് വെക്കുന്നത്. അപ്പം 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നല്ലപോലെ തിളക്കുമ്പോൾ അരി ഇട്ട് 20 മിനിറ്റ് ആകുമ്പോൾ നെയ്ച്ചോറ് റെഡിയാവും. തനി നിറം
അങ്ങോട്ട് എടുത്തോണ്ട് വെച്ചിട്ട് നോക്കുന്നുണ്ട്. ശരി, എണ്ണ വല്ലോണം ഒഴിക്കറിയില്ല. ആദ്യം ഒഴിച്ചിട്ട് എന്നിട്ട് മന്തിയോ? കുഴി മന്തി. എന്ത് മാറിയത് എൻ്റെ പേനയിൽ വീണക്കണ്ട ചൊല്ലു ഈലേ വേണം. ഉള്ളുന്നുണ്ട് ഈ കണ്ടിട്ട്.